ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കുവൈറ്റിലേക്ക് പോകും. നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ കുവൈറ്റ് ഭരണകൂടവും കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹവും തയ്യാറായി കഴിഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കുവൈറ്റിലെത്തുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ രാജ്യവും ഇന്ത്യൻ സമൂഹവും തയ്യാറായി കഴിഞ്ഞു. 43 വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. ഇരു രാജ്യം തമ്മിലുള്ള വളരെ നല്ല സൗഹൃദം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ എഹിയുടെ ഇന്ത്യൻ സന്ദർശനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയും. തുടർന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശനത്തിനുള്ള ക്ഷണം സ്വീകരിച്ചത്. The visit of Honorable Prime Minister Shri Narendra Modi ji is very significant, particularly in the context of 3 important facts. Firstly, that this visit is taking place to Kuwait after a long gap of 43 years. Secondly, this is the only country in the Gulf region that Prime Minister Narendra Modi ji had not visited so far. And thirdly, that between the two sides also, if you see, this is the first high-level visit in the last 1 decade. I think the last Prime Minister of Kuwait had visited India in 2013. So this makes the visit very special. I think it will be high in symbolism, and I can also tell you for sure that the outcomes will be very concrete and will take our relations to new heights. നാളെ 4 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ സാദ് അൽ അബ്ദുള്ള ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സിൽ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ വിവിധ സാംസ്കാരിക പരിപാടികളുടെ തുടങ്ങുന്ന ചടങ്ങുകൾക്ക് പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ സംബോധന ചെയ്യുന്നു. കൂടാതെ കുവൈറ്റിൽ നടക്കാൻ പോകുന്ന 26ാമത് അറേബ്യൻ ഗൾഫ് കപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ ഉദ്ഘാടന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ അതിഥിയായിരിക്കും. ശനിയാഴ്ച കുവൈറ്റിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതിർന്ന കുവൈറ്റ് ഭരണാധികാരികളുമായി ചർച്ച നടത്തും. പരമാവധിയും എങ്കിലും വളരെ കർശനവുമായ നടപടികൾ വഴിയാണ് പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുന്നത്. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി ഐ വി സുനേഷ് വെങ്ങര.